വിജയേട്ടനെ എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി ആ ഒരു കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ശരിക്കും തുടങ്ങാം അല്ലേ? ഞാൻ അരുൺ നാരായൺ, തലവന്റെ പ്രൊഡ്യൂസറാണ്. ഈ ഷോ ചാവേർ എന്ന ചിത്രങ്ങൾക്ക് ശേഷം അരുൺ നാരായൺ പ്രൊഡക്ഷൻസും സിജോ ലണ്ടൻ സ്റ്റുഡിയോസും ചേർന്നാണ് ഈ സിനിമ നിങ്ങളുടെ മുന്നിൽ 24 ജാഫർ ഇടുക്കി, കോട്ടയം നസീർക്ക, ശങ്കർ രാമകൃഷ്ണൻ, രഞ്ജിയേട്ടൻ, ഒരുപാട് താരങ്ങളുണ്ട് സിനിമയിൽ. ട്രെയിലർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതെല്ലാം മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു. സിനിമയെക്കുറിച്ച് എനിക്കൊന്ന് ജിസ് സംസാരിച്ചു തുടങ്ങും. നമുക്കൊരു ഇൻട്രഡക്ഷൻ സെഷനിലേക്ക് പോവാം. അതിന് താങ്ക് യു എല്ലാവരും വന്നതിന്. നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാനും ആണ് നിങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നതിന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് വളരെയധികം മാറി ചെയ്യുന്ന ഒരു സിനിമയാണ് തലവൻ. തീർച്ചയായിട്ടും ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. 24-ാം തീയതി മെയ് 24-ന് റിലീസാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു. ചോദിക്കാം. വിജയേട്ടൻ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡന്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്ത് വയ്ക്കുന്ന, പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയാണെന്ന് ഞങ്ങളോടൊന്ന് പറയുന്നുണ്ട്. ജോയ് 30 വർഷത്തോടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ നിരങ്ങളാക്കി കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ നരച്ചു വെച്ചു. ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. അന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി എന്താണ് ചെയ്തതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമ എന്ന് കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതമാർഗ്ഗതാണെന്ന് അറിഞ്ഞു. പക്ഷേ ഇവിടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും തുടങ്ങി. കുഴപ്പമില്ലാതെ ഈ വർഷം വരപ്പോൾ വളരെ സന്തോഷം. ഇങ്ങനൊരു 30 വർഷം കൂലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യമായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ, നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പോലീസ് സിനിമകളൊക്കെ തന്നെ കുറേ കൂടി പോലീസായിട്ട് അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവർ പേഴ്സണൽ ലൈഫും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജോസഫ് ആയാലും ശരി, ശ്രദ്ധിക്കപ്പെട്ട ഇലവേഴ പൂഞ്ചിരായാലും ശരി, കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെ അത് അന്വേഷകരിലേക്ക് കൂടി നീളുന്ന സിനിമയായിരുന്നു. അപ്പോൾ തലവനിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ അവനാഴിയൊക്കെ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറേ സീൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ്. അല്ല, ഒരുപാട് സ്ലോ മോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല. സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആവശ്യത്തിന് ഡ്രാമയുണ്ട്. സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന, കൃത്യമായി ഈ ഭൂപ്രദേശത്ത് നടക്കുന്നതെന്നൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനത്തോട്ട എന്ന് പറയുന്ന, ഞങ്ങൾ സാങ്കല്പികമായ പേരാണ്, അവിടെ നടക്കുന്ന പോലീസ് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷന്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ്. പോലീസിന്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള, പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള, എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡേറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഫോർമുലയിലാണ്
ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി ജിസ് ജോയി എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി എന്റർടൈനിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾക്കുള്ള ഒരാളാണ് താങ്കൾ. അപ്പം അതിൽ നിന്ന് മാറി ഒരു ത്രില്ലർ ജോണിലേക്ക് ഇറങ്ങും, അത് ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണോ അതോ അല്ല? അങ്ങനെയല്ല, ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല. എനിക്ക് ഈ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ 2 റൈറ്റേഴ്സിന് അടുത്ത് വന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം, അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെന്റ് തോന്നുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു. ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബിജുവേട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജുവേട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്നു, സൺഡേ കോണ്ടയിൽ ശ്രീനിവാസൻ സാറ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബിജുവേട്ടൻ ഇത് കഥ കേട്ട് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബിജുവേട്ടന് ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അച്ഛൻ പോലീസായിരുന്നു, പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ്. സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന, ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ബിജുവേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ. അറിയാം, ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു 30 വർഷമായിട്ട് നമ്മൾ ബിജുവേട്ടനെ കണ്ടോണ്ട്, ഇത് ചെറിയ കാര്യമില്ല 30 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിൽ പാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും, എന്നാൽ ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും, വെള്ളിമോന പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് നമ്മൾ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ്. രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ്. അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ്. പക്ഷേ വിജയനുമായിട്ടുള്ള കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് എക്സൈറ്റ്മെന്റ് എന്നുള്ള വേർഡ് ഇപ്പോൾ പറഞ്ഞ് ക്ലീഷ ആയിട്ടുണ്ടെങ്കിലും വേറെ വേർഡ് കിട്ടാത്തതുകൊണ്ട് പറയാണ്, അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തലവൻ. ആസിഫ് എന്ന് പറയുന്നത് ജിസ് ജോയെ സംബന്ധിച്ച് ഒരു ലക്കി ചാമാണോ? അതുകൊണ്ടാണോ സിനിമയിൽ? അത് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാം എന്നുള്ള വേർഡിനകത്തുള്ള ഒരു വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ ആസിഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം. ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും, ഇപ്പോൾ ഈ സിനിമ ഉൾപ്പെടെ. അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, 2 പേരും കട്ടയ്ക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇതിലെ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം കഥ പറയില്ല ഇല്ല, ഒരു ദിവസം എനിക്ക് അതിന് ശീലമില്ലാത്തതിന്റെ ആയിരിക്കും. നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി. നമ്മൾ ആരും ഓർത്തില്ല, ഞാൻ മറന്നുപോയി. എന്റെ ബീച്ചേട്ടന്റെ കൂടെ ആയിരുന്നു സീൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആരും ഓർത്തില്ല. പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ ബീച്ചേട്ടൻ, എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ? അപ്പൊ ഞാൻ അയ്യോ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല. എന്നിട്ട് അത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു. ആർക്കും അത് ഓർമ്മയും വന്നില്ല. അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ ബീച്ചേട്ടൻ തന്നെ അതിനൊരു ടിപ്പ് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മളെല്ലാരും മറന്നു പോകാൻ സാധ്യതയുണ്ട്. വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? കുഴപ്പമില്ല അല്ലേ? 30 വർഷം ആയതിന്റെ 30 വർഷത്തെ അപ്പൊ എന്നോട് പറഞ്ഞു തന്നു, നമ്മൾ മറന്നു പോകും ഇങ്ങനത്തെ ഒരു കാര്യം. നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തലേന്നത് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു നീ ക്യാപ്പോ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനാ ഞാനിട്ട ആ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം പിന്നെന്താ പറയുന്നത്, ഇതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. ഇവരുടെ ഒക്കെ കൂടെ ബീച്ചാറിന്റെയും ആസ്ഫിക്കിന്റെ കൂടെ ഒക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോ ജിസ്ചേട്ടന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അനുചേട്ടൻ്റെ ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. സിനിമകളുടെ ഭാഗമായിട്ട്
സമയത്ത് ചേച്ചി എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. സോറി കേട്ടില്ല. Sorry, കേട്ടില്ല. ഒരു കാലഘട്ടത്തിൽ വിജയന്റെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമന്ത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം 30 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സമന്ത ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത്? സമയത്ത് ചേച്ചി കൂടെ കൂടിയിട്ട് 22 വർഷമായിട്ടുള്ളൂ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്. അല്ല തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റായാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളുടെ രീതിയിൽ സിനിമയുടെ സപ്പോർട്ട് വളരെ വരുന്നത്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ, അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമയെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ പണ്ട് നമ്മൾ പോലീസ് കഥാപാത്രം എന്ന് ഓർക്കുമ്പോൾ സുരേഷ് ചേട്ടനെയായിരുന്നു ഓർക്കുന്നത്. ഇപ്പോൾ അത് വിജയേട്ടനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണോ അതോ അത് ചെയ്യാൻ നല്ല ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ? ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്നതാണ്. തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ അന്ന് കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ട് വന്നത്തെ നമ്മുടെ ഒരു അപ്പിയറൻസും ഒരു സീരിയസ് റോൾസുമാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് സപ്പോർട്ടീവ് പോലീസ് ക്യാരക്ടേഴ്സ് കോഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷൻ പോവാതെ ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്ത് വർക്കൗട്ട് ആയിട്ട് ആക്ച്വലി അയാളെ ഇതിനെ വിളിക്കും. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. പിന്നെ നമുക്ക് തന്നെ ഒരു ക്ലീഷയായിട്ട് കുറേ ആൾ കൂടെ ഇത് മാറിയുന്നത്. പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുരാഗരിക്കുമ്പോൾ ഞാൻ ആസിയായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും, പലത് ഒഴിവാക്കാൻ. പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പം അതിനാ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു വേഷത്തെ പറ്റി അധികം ബോധമില്ലാതിരിക്കും. അതുപോലെ തന്നെ അയ്യപ്പൻ കോശിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഈഗോസ്റ്റിക് ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണോ പോലീസിലുള്ള ഒരു ഈഗോസ്റ്റിക് ഇതാണോ ഈ കഥ പറയുന്നത്? ട്രെയിലർ വന്നപ്പോൾ അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. ഇതൊരു ഈഗോ ബേസ്ഡ് സിനിമയല്ല ആക്ച്വലി. പക്ക ഒരു പോലീസ് പ്രൊസീജിയറാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പോലീസിലാണെന്നേ ഉള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, തറോ ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലിംഗ് ആണ് ഇൻവെസ്റ്റിഗേഷൻ. എല്ലാ ഒരു സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് കഥ കേട്ടപ്പോണ്ടായിരുന്നു. അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം. ഇപ്പോ ചില ആക്ടേഴ്സ് പോലീസ് റോള് ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർഡം ഒക്കെ അടുത്ത ലെവലിലേക്ക്. ഇപ്പോൾ സൂര്യ സിംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ കമലഹാസൻ കാറ്റി സട്ടയൊക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് കാര്യമായിട്ടാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ കാണുമ്പോൾ. അപ്പോൾ ഇത് ആ വിധത്തിൽ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസിഫയുടെ തലവൻ. അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ്. കാര്യം ഇതിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ. എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റവും ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനുണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം. തന്നെ ഒരു പ്രതിനായകനായിട്ട് ഒരു വില്ലൻ വേഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇടി കൊള്ളുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിവൻ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയരെ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ. അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. ഇയാൾ നായകനാണ്, അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. ഇവൻ ചിലപ്പോൾ ചതിച്ചേക്കാം, ചിലപ്പോൾ അവന് നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. ഈ അനുരാഗകരിക്കും വെള്ളത്തിൽ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ചു. അപ്പം ഇപ്പോഴും സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഒരു സീനുണ്ട്, മറ്റേ അടി കിട്ടുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ. അപ്പൊ ഈ സിനിമ അടിച്ചിട്ടില്ലേ? അതല്ല, അടിച്ചിട്ടുണ്ട്.
വരുമ്പോൾ അതിനൊരു പ്രതികാരം വല്ലതും തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹം കൊണ്ടല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതെ, എനിക്ക് പക്ഷെ ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കുംവെള്ളം എടുത്ത് പറയണം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ബീച്ചറിനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ, അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്നൊരു ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. കരിക്കുംവെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും, രഘുവിനെയും അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ട് ഇരട്ട പറ്റതാണോ തോന്നുന്നു പറഞ്ഞില്ല. അപ്പൊ അതുപോലെ എന്തൊരു റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. നേരൊക്കെ കണ്ടപ്പോൾ നമുക്ക് കോടതിയുടെ ഒരുപാട് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചില സിനിമകളൊക്കെ അങ്ങനെ എഡ്യൂക്കേറ്റിംഗ് ആണല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി തലവല്ലോ? ഇല്ല, അത്തരം ഓൾറെഡി പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യങ്ങളില്ലേ, അതെല്ലാം ഞാൻ സൂചിപ്പിച്ചു പോയിട്ടുള്ളൂ. ഇപ്പോൾ അങ്ങനൊരു കോടതി വിഷയം വരുമ്പോൾ ആ കോടതിയെ എത്രത്തോളം ചെറുതാക്കി കാണിക്കാം എന്നുള്ളതാണ് ഈ സിനിമ ഇതിനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സംഭവം നടന്നു, ആ സംഭവത്തിന് ശേഷം നമുക്കറിയാം ഇന്ന ഫോർമാലിറ്റീസ് ഉണ്ട്, അതെല്ലാം അവർ കൊണ്ടാക്ഷൻ പോലെ കാണിച്ചു പോയിട്ടുള്ളൂ. ബാക്കി പ്രേക്ഷകർക്ക് അറിയാലോ, അത് ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ വലിച്ചു നീട്ടാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ആസിഫായിട്ട് ഇത്രയധികം സിനിമകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഒരു ഫാക്ടർ ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും അപ്പോൾ ഇപ്പോൾ ബിജു ചേട്ടനോടൊക്കെ നെഗറ്റീവ്, ബിജു ചേട്ടൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ആരോടെങ്കിലും ഇങ്ങനെ ഒരു വേദിയിൽ ഭാര്യയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി കാവ്യാത്മകമായിട്ട് പറഞ്ഞത്. ബിജു ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, സ്ക്രിപ്റ്റ് പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അതൊരു ഈസിയാണോ? അല്ല, ബിജുചേട്ടനെ സംബന്ധിച്ചിടത്തോളം ബിജുചേട്ടൻ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് ബിജുചേട്ടനെ അടുത്ത് അറിയാമെന്നുള്ളൂ. എന്നാൽ ബിജുചേട്ടനെ അടുത്ത് അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം, വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ബിജുചേട്ടൻ അതിൻ്റെ എൻ്റെ എന്താണെന്ന് മനസ്സിലാക്കും. ആ ഒരു ഇപ്പോൾ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, ബൈ ബർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുകളുണ്ട്, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ബിജുചേട്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പം ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു, ബിജുചേട്ടാ ഈ കഥ 45 മിനിറ്റിലും പറയാം, 2.25 മണിക്കൂറിലും പറയാം, ഞാൻ എങ്ങനെ പറയണം? അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി നീ ചുരുക്കി പറ എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് നീ വലുതാക്കി പറ, നിനക്ക് എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറ. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചത്. സോ ബിജുചേട്ടനോട് കഥ പറഞ്ഞ് കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിന്റെ പേര് ഉൾപ്പെടെയാണ് ബിജുചേട്ടൻ തിരിച്ചു പോയത്. അയാൾ എന്തുകൊണ്ടായിരിക്കും, ഇപ്പം മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്, രഘു എന്താ ഇങ്ങനെ നോക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും അതെനിക്ക് ബിജുചേട്ടനെ, ആ ഒരു ബിജുചേട്ടനെ എനിക്ക് അറിയില്ല. ബിജുചേട്ടനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ. ബിജുചേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷ്രൂഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജിസേട്ടാ, നോർമലി ഒരു ത്രില്ലർ പടം എന്ന് പറയുമ്പോൾ ഓരോ 10 മിനിറ്റിലും വെച്ചെങ്കിലും ടെസ്റ്റ് കൊടുത്ത് പ്രേക്ഷകരെ അടുത്തത് എന്തെന്ന് ഉണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി എലിമെന്റ് ഉണ്ടല്ലോ. അപ്പൊ തലവനിലായാലും ശരി അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേര് ആസിഫായാലും ബിജുവിനും കോമ്പോ ഈഗോ ക്ലാഷ് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, സർപ്രൈസ് എലിമെന്റ്സ്? അല്ല, അതാ പറഞ്ഞത്, നേരത്തെ വിചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഈഗോ ക്ലാഷിന്റെ കഥയല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാരണം എനിക്കൊരു ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റർ കണ്ടപ്പോഴും ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരു ഈഗോ ക്ലാഷിന്റെ കഥയാണെന്നുള്ളതാണ്. പക്ഷെ ഈഗോ ക്ലാഷിന്റെ കഥയല്ല. ഒരിക്കലും ഒരു അയ്യപ്പനും കോശിയോ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സിനിമ കാണരുത്. കാരണം അതല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കഥ. അതൊരു സബ് ലെയർ മാത്രമാണ്. രണ്ടുപേരുടെ ഉറപ്പായിട്ടും ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന 2 പോലീസുകാരാണ് കഥ പറയുമ്പോൾ പോലീസിന്റെ ഒരു ഹൈറാർക്കി പറഞ്ഞു പോയിട്ടുള്ളൂ. പോലീസിലുള്ള ഹൈറാർക്കി ഉണ്ടല്ലോ, കോൺസ്റ്റബിളിന്റെ മുകളിൽ SI, SIയുടെ മുകളിൽ CI, അങ്ങനെ ആ ഹൈറാർക്കി തമ്മിലുള്ള ഈഗോ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഈഗോയും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഈഗോ അല്ല ഈ സിനിമ. ഇത് കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്, ഒരു കുറ്റാന്വേഷണ കഥയാണ്. ഇപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം ആണെന്നാണ് ഇപ്പോൾ ഗുരുവായൂരം വരുന്നതിൽ വരെ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പ്രഷറാണോ അതോ നല്ലതാണെങ്കിൽ സ്വീകരിക്കുമായ കോൺഫിഡൻസ് ആണോ, എന്താ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ എങ്ങനെ? പ്രഷറില്ല. നമ്മൾ ജെന്യൂനായിട്ടൊരു എഫേർട്ട് എടുക്കുന്നു. ആ എഫേർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്. പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ ഒട്ടും മുൻവിധികളോടെ അല്ലെങ്കിൽ മുൻവിധികളുമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്കങ്ങനെ അതൊരു മാജിക്കാണല്ലോ. സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിനുള്ളിൽ സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. യാതൊരുവിധ പ്രഡിക്ഷനും നമുക്ക്
പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ സിൻസിയർ ആയിരിക്കുക, നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രഷർ എന്തായാലും ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ സിനിമ വിജയിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം കഴിഞ്ഞ 6 മാസത്തിലേക്ക് ഇപ്പോൾ 5 മാസം കഴിയുന്നു. ഈ 5 മാസത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ച ഇൻഡസ്ട്രിയാണ് മലയാളം അല്ലേ. 5 സിനിമകൾ 6 സിനിമകളോട് 100 കോടി ക്ലബിൽ കയറി, 2 സിനിമ 200 കോടി ക്ലബിലേക്ക് എത്തി. അത് വലിയ നേട്ടം തന്നെയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണാനുള്ള പ്രേക്ഷകരുടെ ആ മനോഭാവം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പായിട്ട് സന്തോഷം തരുന്ന കാര്യമാണ്. സിനിമ നന്നായ ഉറപ്പായും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരും എന്ന അടിവര ഇടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഉറപ്പായിട്ടും 100% സന്തോഷം തരുന്ന കാര്യമാണ്. ടർബോയുടെ റിലീസ് ഉള്ളതുകൊണ്ട് ഈ സിനിമ മാറ്റാൻ ഉൾക്കൊണ്ടെങ്കിൽ മാറ്റിയാണ്. ആസ് എ പ്രൊഡ്യൂസർ പേടിയുണ്ടോ 24 പടം ഇറങ്ങുമ്പോൾ ടർബോ ഒട്ടേക്കുമ്പോൾ? അല്ല, പേടിയില്ലപ്പാ, പേടിയില്ല. നമ്മളല്ലേ സിനിമ വിജയിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൂടെ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമ വലിയ വിജയമാകുന്നു, ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരും അല്ലേ. തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്ന സമയത്ത് സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സോ ഭയങ്കര ഡ്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാത്ത സമയത്ത് വേറൊരു സിനിമയില്ല എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാമെന്ന് പറയുന്നതിൽ കാര്യമില്ല. സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുമ്പോൾ സിനിമ ഇറക്കുന്നത് തന്നെയാണ് സന്തോഷം. പിന്നെ നമുക്കിപ്പോൾ ഒരു സ്റ്റാർ നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ പോകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസ് വരുന്ന സിനിമയാണ്. അത്തരം ഒരു സിനിമ വന്ന് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിനിമ വരുമ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ തന്നെയാണ് വിശ്വാസം. കഥാപാത്രങ്ങളെ ബാലൻസ് ചെയ്യാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്? ഇപ്പൊ ആസിഫിക്കയുടെ കഥാപാത്രം മുകളിൽ പോകാനും പാടില്ല, അല്ലെങ്കിൽ ബിജുചേട്ടന്റെ കഥ താഴെ എപ്പോഴും 2 ഹീറോസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ, ഒന്നിലധികം ഹീറോസിനെ വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന, അത് എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തിലും അതിനൊപ്പം തന്നെ മേക്കിങ്ങിലും. കാരണം 2 പേരും ഫേസ് വാല്യൂ ഉള്ള, 2 പേരും മാർക്കറ്റ് വാല്യൂ ഉള്ള, ഫാൻസ് ഉള്ള, എന്താ പറയാ, അങ്ങനത്തെ 2 താരങ്ങളാണ്. സോ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് 2 പേർക്ക് നമ്മളായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കരുത്. പിന്നെ എത്രത്തോളം ഇത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. അവരെ എത്രത്തോളം ജെല്ല് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, എത്ര മനോഹരം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എനിക്കിവിടെ സിനിമ ഇവർ 2 പേരും കണ്ടതാണ്. അത് ഒരാൾ മുകളിൽ ഒരാൾ താഴെ അതിനാക്കിയിട്ടല്ല ഈ സിനിമ തുടങ്ങുന്നതും തീരുന്നതും. തലൈവനല്ല, തലവൻ ഈ പറയുന്ന ഈ സിനിമയിൽ എവിടെയും നമ്മൾ ആരാണ് തലവനെന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ റൈറ്റർ എന്ന് വെച്ചാൽ സംഭാഷണം എഴുതിയിട്ടുള്ള ആളാണ്. അതേ തിരക്കഥ വേറെ 2 പേരെ എഴുതിയിരിക്കുന്നു. ഞാൻ ഇതിന്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ പറയാം. ഇത് ഞാൻ മനസ്സിലാക്കുന്ന തലവൻ സിസ്റ്റം തന്നെയാണ്. പോലീസിലെ വളരെ വാരീഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ തലവൻ എന്ന് പറയുന്നത്. റിവ്യൂ ബോംബിംഗ് ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതോ പ്രേക്ഷകരോട് എന്താണെന്ന് പറയാനുള്ളത്? ഒരിക്കലും അങ്ങനെ തോന്നലില്ല, ഒരിക്കലുമില്ല. അതിനെ നമുക്ക് ഒരിക്കലും ആ ഒരു വിഷയത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അത് എതിർക്കുന്ന ശുദ്ധ മണ്ടത്തരവുമാണ്. കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് അവനവന്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം. വീട്ടിൽ നിന്ന് പറയാം, ക്യാമറ നോക്കി പറയാം, കലിങ്കന്റെ മുകളിൽ നിന്ന് പറയാം, ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും പറയാം. അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അരുൺ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഈ 5 മാസത്തിനുള്ളിൽ എത്ര വലിയ 100 crore 50 crore അവിടെ നിൽക്കട്ടെ, എത്ര മനോഹരമായ സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രി സമ്മാനിച്ചത്. മറ്റ് ദേശത്തുള്ള ഇപ്പൊ ബീച്ചേട്ടൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരുകദോസിന്റെ സിനിമയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സിനിമയിലുള്ള മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവര് മലയാള സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഉറ്റുനോക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ കാലത്ത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ്. എന്ത് കണ്ടന്റും ഇപ്പൊ സിനിമയാക്കാൻ പറ്റുമല്ലോ. അത് വെൽക്കമിങ് ആണ് കേട്ടോ. ഒരു രീതിയിലും അത് ഹോൾഹാർട്ടഡ്ലി പറയുന്നതാണ്. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനോ എതിർക്കാനുള്ള അവകാശമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പറയുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ വേണമെങ്കിൽ എഴുതാം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു സിനിമ, ആ സിനിമയ്ക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പാട്ടുകൾ എഴുതുന്നുണ്ട്. ഈ സൺഡേ ഹോളിഡേയിൽ മഴപാടും കുളിരായി എന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ്. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ എന്ന് എഴുതിയതും അതേ സിനിമയിൽ തന്നെ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനം എന്ന് എഴുതിയതും ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു
സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്താൽ എന്തും പോലെ ഏച്ച് കെട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ അതിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിനിമ ഇപ്പോൾ വളരെ റിയലിസ്റ്റിക്, ഇപ്പം താങ്കൾ ചോദിച്ച പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന സമയമാണ് സിനിമ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിലൊക്കെ മുമ്പ് കോസ്റ്റ് പ്ലസ് GST എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ജോയിൻ എടുത്താൽ ലിറിസിസ്റ്റിന്റെ അതും നടക്കും. അതല്ല, അത് പാട്ട് ഒരുപക്ഷെ പാട്ടെഴുത്ത് ഞാൻ സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് ആഗ്രഹിച്ചിരുന്നതാണ് പാട്ടെഴുത്തുകാരനാകണം എന്നുള്ളത്. അപ്പോൾ ഓഫ്കോഴ്സ് മറ്റൊരാളെ പറഞ്ഞ് എൻ്റെ സിനിമയുടെ മൂഡ് ഇതാണ്, ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തന്നെ എഴുതാൻ അല്ലേ അത് ഇഷ്ടമുള്ള ഒരാളായാണ് ചെയ്യുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും. ആ ഈ പറയുന്ന കാർത്തിക് എന്ന് പറയുന്ന കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പെർഫോമൻസസ് ഉണ്ട്. ഈ പറയുന്ന എന്തറിയോ, ഒരു ഡയറക്ടറുടെ കൈ കിട്ടുമ്പോൾ പൊട്ടൻഷ്യലുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ, ഏത് ആർട്ടിസ്റ്റിനെ കൈ കിട്ടിയാലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റാർക്കും അതിന് ഉത്തരവാദിത്തം ഷെയർ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് എൻ്റെ മാത്രം പ്ലസ്സാണ്. അത് എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാ റൈറ്റേഴ്സിനും അതിന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇവർ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആർക്കറിയാമോ ചെയ്തത് ബിജുവേട്ടനാണ്. അതേ ബിജുവേട്ടൻ തന്നെയാണ് ഓർഡിനറിയും വള്ളിമുഖയും ചെയ്തത്. അപ്പുറത്ത് ശ്രീവാച്ചൻ കെട്ടിയുള്ള മാലാക ഷോൾഡർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കഥാപാത്രമാണ്, ഉയരയിലെ കഥാപാത്രം. അപ്പോൾ അത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയണം. വിനീത് ശ്രീനിവാസൻ എന്ന പോലെ ആസ്മികക്ക് എന്താണ് ജിസ്റ്റോയ് ആണല്ലോ, ഒരു ഏത് സമയത്ത് ഒരു താങ്ങായിട്ട് വരും. അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു കോംപ്ലിമെന്റ് അല്ലേ? കറക്റ്റ് സമയത്താണ് വരുന്നത്. കറക്റ്റ് സമയത്ത് അങ്ങനെ പറഞ്ഞത് സിനിമ നന്നാവട്ടെ എന്നല്ലേ? സിനിമ നന്നാവട്ടെ, പക്ഷെ അതാണ് ഇത് കറക്റ്റ് സമയത്ത് വരെ കുറച്ച് ഫെയിലിയറിലെ സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്ന സമയത്ത് ഒരു താങ്ങായി സപ്പോർട്ടായിട്ട് വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയല്ലേ? അതായത് അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ആസിഫിനെ എനിക്ക് താങ്ങായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബൈസൈക്കിൾ ദിവസം മുതൽ എത്രയോ ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും മനസ്സിലാകാത്ത സിനിമയാണ് ആസിഫ് എനിക്ക് കൈ തന്നത്. അന്ന് മുതൽ എനിക്ക് നിങ്ങൾ പറയുന്നത് ഡിപ്ലോമസി കൊണ്ട് പറയുന്നതല്ല, തിരിച്ചാണ് തോന്നുന്നത്. 1.5 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ഇദ്ദേഹം ഉള്ളതുകൊണ്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇവരുടെ കോംബോ, ബിജുവേട്ടന്റെയും ആസിഫിക്കയുടെയും കോംബോ എന്ന് പറയുന്ന ഹിറ്റ് കോംബോയാണ്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുത്താണോ അവരെ, അതോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതി തെരഞ്ഞെടുത്താണോ? ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ലാൽ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പരസ്യങ്ങൾ അദ്ദേഹത്തെ വെച്ച് സംവിധാനം ചെയ്യാനായിട്ട് 50-55 പരസ്യങ്ങൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ആഗ്രഹമുള്ള ഒരാളാണ് ബിജുവേട്ടൻ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിൽ ജിഷ്ണുവിന് വേണ്ടിയിട്ട് ഞാൻ ശബ്ദം കൊടുത്തത്. അപ്പോൾ അത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാലക്കാട് ഭാഷ ഒരാൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയാണ് 2000-ൽ. അപ്പോൾ എനിക്കറിയാം ഒരു ഡബിങ്ങിൽ ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒരു ആക്സെന്റ് പിടിക്കൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആക്സെന്റ് പിടിക്കുന്നതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കില്ലാടി എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. രാജമാണിക്യമാണെങ്കിലും പ്രാഞ്ചിയേട്ടനായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പാലക്കാട് പിടിച്ചിരിക്കുന്നത്, ലൗഡ് സ്പീക്കർ വേഷം എന്ന് പറയുന്ന സിനിമയിൽ കോഴിക്കോട് പിടിച്ചിരിക്കുന്നത്. അത്രയും സട്ടിലായിട്ട് ഭാഷ പിടിക്കുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഞെട്ടിയിരിക്കുന്ന മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഓർഡിനറി കണ്ടത്. കാരണം പാലക്കാട് ഭാഷ അത്രയും മനോഹരമായിട്ടാണ്. അപ്പൊ അതിന്റെ ഞാൻ ഡബ് ചെയ്തതിന്റെ നെക്സ്റ്റ് ഡേ എനിക്ക് സംയുക്ത ചേച്ചി വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോടാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, ചേച്ചി ബിജുവേട്ടൻ എനിക്ക് യാതൊരു പരിചയമില്ല, ചേച്ചി വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം ഞാൻ പടം കണ്ടു, അസലായിരിക്കുന്നു, ചേട്ടൻ മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, അസലായിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാണ്, പുഷ്പയുടെ ഡബിങ് വല്ലതും ആയോ? പുഷ്പ എനിക്ക് ജൂലൈയിലാണ് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഒരാഴ്ച ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുഷ്പ 2 ഡബിങ്ങിന് വേണ്ടിയിട്ട്. അത്രേ ഇപ്പൊ അറിയുള്ളൂ. ആസിഫ് ഖാൻ, ഈ യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ടൈം സ്പാൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പൊ മറ്റേ നടന്മാരൊക്കെ നോക്കുമ്പോൾ ആസിഫിക്ക് അത് കുറച്ചുകൂടി കൂടുതലാന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സോൾട്ട് പേപ്പർ തൊട്ടിട്ട് ഇപ്പോൾ തലവൻ വരെയും യങ് ആണല്ലോ. അത് ഒരു ചോയ്സ് ആണോ? അത് എപ്പോഴും അങ്ങനെ ശരീരം കൊണ്ടിരിക്കുക, അതൊരു കോൺഷ്യസ് എഫേർട്ടായിട്ട് എടുത്തിട്ടുണ്ടോ എപ്പോഴും?
ഇല്ല, എൻ്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെയുള്ളതായതുകൊണ്ടാണ്. ഞാനായിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് അതിനു വേണ്ടി ഇട്ടിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ യങ്ങായിട്ടിരിക്കുമ്പോൾ മാക്സിമം യങ്സ്റ്റർ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോള് ചെയ്തിരുന്നു. അതിൻ്റെ അകത്താണ് അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു ലുക്കിൽ ഞാൻ ട്രൈ ചെയ്തു. അപ്പം ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഇപ്പം ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാജൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളൊക്കെ കുറെ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഞാൻ ബോധപൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല. പക്ഷെ എൻ്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഈ ന്യൂ ജനറേഷൻ ലേബൽ ഒന്ന് പൊളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഹണിബി, കിളിപോയി പോലുള്ള സിനിമകൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. ഈ നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടുവരുന്ന സിനിമയാണ് രോഹിത്തിന്റെ സിനിമ. അപ്പോൾ ആർ യു റെഡി ഫോർ ഡെൻവർ എന്ന് പറയുന്ന ടിക്കറ്റൊക്കെ ഒരു പോസ്റ്റർ ഭയങ്കര വൈറലായിരുന്നു. മലയാളത്തിൽ അങ്ങനെ ഒക്കെ പോലുള്ള ഒരു ആൾ അത് കുറച്ച് റയർ ആയിരുന്നല്ലോ. അപ്പോൾ ഡെൻവർ എപ്പോഴും ഓണായിരിക്കും, ടിക്കറ്റൊക്കെ എപ്പോഴും ഓണാകും. ഇപ്പൊ എനിക്കൊരു കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് 9 months ആണ്. ആ ഷൂട്ടിനിടയിൽ എനിക്കൊരു ആക്സിഡന്റ് ആയി. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എൻഡോട് കൂടി അത് ജോയിൻ ചെയ്യാനുള്ളൊരു പരുവത്തിലേക്ക് എത്തും. കാര്യം ആ സിനിമ ഒരു ഫുൾ കോൺഫിഡൻസിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ വരുന്ന ഒരു പക്ക തിയേറ്റർ എലമെന്റ്സ് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പം അതൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവണം അതിന്. അതിനുള്ളൊരു എഫേർട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. പിന്നെ അതെല്ലാം ഒലിച്ചു പോയി. ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ സ്റ്റുഡിയോസിന്റെ ആക്ച്വലി ബിസിനസ്സുകൾ എന്നുള്ള വിധത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സക്സസ് പേഴ്സൻറ്റേജ് കുറവുള്ള ഒരു കാര്യമാണ് സിനിമ. എന്നിട്ട് നമ്മൾ സിനിമ ചെയ്യണമെങ്കിൽ അതോട് നമുക്ക് ആ പാഷൻ വേണം, ഇഷ്ടം വേണം. ഇപ്പോൾ ആദ്യ സിനിമയാണല്ലോ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കാം. ആ ഒരു ഐഡിയ അത് തലവെന്നൊരു സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അല്ല, ഒരിക്കലല്ല. കാരണം ലണ്ടൻ ബേസ് ചെയ്താണ് ഒരു ഒട്ടുമിക്ക മലയാള പടങ്ങളുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ഇതിനു മുമ്പ് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അരുണിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, അതുപോലെ ആസിനെ അറിയാം. അങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ ഇതിനു മുമ്പ് പല പ്രൊജക്റ്റും ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. ഇതിങ്ങനെ ഒരു പ്രൊജക്റ്റ് ഓണായി വന്നപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ബിസിനസ് ഒരു എലമെന്റ് ഉണ്ട്, ബട്ട് സംതിങ് ടു ഡു വിത്ത് എ ഗുഡ് ഫിലിം. കൂടി ഞെട്ടിയ ഗരുഡലിന്റെ ആ കഥാപാത്രമുണ്ട്. അപ്പം സുരേഷേട്ടനായിട്ട് പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ചേട്ടൻ സൈക്കോ മോഡിലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പ്രേക്ഷകരെ ഏറ്റവും കൂടെ ഞെട്ടിച്ച തലവലില് അതേപോലെ പ്രേക്ഷകർ ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു കഥാപാത്രം മാത്രമായിട്ടല്ല തലവൽ, നല്ലൊരു ഫയറുള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി. പിന്നെ അതിലത്തെ സീൻസ് എല്ലാം റെയിൽവേ സ്റ്റേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരേ സ്റ്റേഷനിൽ 2 പേരും ഇൻവോൾവാണ്. പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫയറാണ്. ഓരോ സീൻ ടു സീൻ പോകുന്നതോറും കാരണം ഓൾമോസ്റ്റ് നമ്മൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗ്രാഫും പേസും ഒക്കെ ഫീലുണ്ട്. നമുക്ക് അഭിനയിച്ചുകൊണ്ട് വരുമ്പോൾ സ്ക്രിപ്റ്റുള്ളതിനേക്കാൾ എനിക്കാണ് ഒരുപാട് ഈ പെർഫോം ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഡയലോഗ്സും എൻ്റെ ഒരു ടെമ്പോ ഏരിയയിലൊക്കെ നന്നായിട്ട് മാറ്റി. കാരണം ഓരോ സീനിനും ആവശ്യമില്ലാത്തൊരു സീൻ ഈ മൂവിയിലില്ല. ഓരോ സീൻ അടുത്ത എന്താണെന്ന് അറിയേണ്ട ഒരു ആകാംക്ഷകൾ കൊണ്ടുപോകുന്ന രീതിയിൽ പെർഫോമൻസ് എല്ലാ സീനും പെർഫോം ചെയ്യേണ്ട സീൻസ് തന്നെയാണ്. ലൈറ്റ് സീൻസ് വളരെ കുറവാണ് ആക്ച്വലി സിനിമയിൽ. ഇനി ഒരു നല്ല കാലം ഉണ്ടാവും, തിയേറ്ററിലേക്ക് ആൾക്കാർ തിരിച്ചു വരുമെന്നൊക്കെയുള്ളൂ. പക്ഷെ അതൊക്കെ മാറിയിട്ട് മലയാളം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് 1000 സെല്യൂട്ട് അടിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എന്തുതരം കണ്ടന്റും നല്ലതാണെങ്കിൽ, എത്ര റിവ്യൂ ബോംബിംഗ് ഉണ്ടെങ്കിലും നല്ല സിനിമ വിജയിപ്പിക്കുന്ന പ്രേക്ഷകരെ അവരെ തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രീതിയിലുള്ള വീരവാദമോ ക്ലെയിമോ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നില്ല. 24-ാം തീയതി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും തലവൻ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാനുള്ള രീതിയിൽ പക്ക കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ പ്രേക്ഷകനെയും ദൈവത്തിനെയും മാത്രം വിശ്വസിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പടം കാണണം. നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും ആത്മാർത്ഥമായിട്ടുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എഴുതണം, നിങ്ങൾ പറയണം.